സിനിമയിലെ ഏറ്റവും ജനപ്രീതിയുള്ള നായികമാരിൽ ഒരാളായിരുന്നു പ്രിയാമണി. ആദ്യ ചിത്രത്തിലൂടെ തന്നെ ദേശീയ അവാർഡ് സ്വന്തമാക്കിയ അവർക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കരിയറിൽ ഒരു ഘട്ടമെത്തിയപ്പോൾ നായികാ വേഷങ്ങളിൽ നിന്ന് പിന്മാറി പ്രിയാമണി സഹനടിയായും ഐറ്റം ഡാൻസറായും ഒക്കെ തിളങ്ങിയത് നാം കണ്ടതാണ്. എന്നാൽ കുറച്ചധികം കാലമായി പ്രിയാമണിയുടെ വ്യക്തി ജീവിതത്തിലേക്കാണ് നമ്മളുടെ എല്ലാവരുടെയും കണ്ണ്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സജീവമാണെങ്കിലും അഭിനയ ജീവിതത്തിൽ തിരക്കിലാണെങ്കിലും വ്യക്തി ജീവിതം, പ്രത്യേകിച്ച് തന്റെ ദാമ്പത്യ വിശേഷങ്ങൾ അധികം പങ്കുവെക്കാത്ത താരമായിരുന്നു പ്രിയാമണി. അതുകൊണ്ട് തന്നെ പ്രിയാമണിയുടെ വിവാഹ ജീവിതത്തിൽ വിള്ളൽ വീണെന്നും ഭർത്താവ് മുസ്തഫയുമായി വേർപിരിഞ്ഞും ഒന്നൊക്കെയുള്ള കിംവദന്തികൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശക്തമായിരുന്നു. പലപ്പോഴും പ്രിയാമണിയെ സംബന്ധിച്ച് ഈ ചോദ്യങ്ങൾ അലോസരപ്പെടുത്തിയിരുന്നു. കൂടുതൽ തവണയും മറുപടി പറയാതെ ഇത്തരം പ്രചാരണങ്ങളോട് മുഖം തിരിക്കുകയാണ് പ്രിയ ചെയ്യാറുള്ളത്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇപ്പോഴിതാ ഈ പ്രചാരണങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മലയാളി പ്രേക്ഷകരുടെ പ്രിയതാരം. ഭർത്താവുമൊത്തുള്ള ഏറ്റവും പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടാണ് താരം ഈ വ്യാജ പ്രചാരണങ്ങളോടെല്ലാം മുനയൊടിച്ചത്. ഭർത്താവ് മുസ്തഫയ്ക്കൊപ്പമുള്ള ഏറ്റവും പുതിയ ചിത്രങ്ങൾ പ്രിയാമണി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നില്ല. ഇതോടെയാണ് പല കോണുകളിൽ നിന്നും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉയർന്നത്. എന്നാൽ ഇതിനെയെല്ലാം കാറ്റിൽ പറത്തിയാണ് ഉദാത്ത പ്രണയത്തിന്റെ സ്മാരകമായി ലോകം കണക്കാക്കുന്ന താജ്മഹലിന് മുന്നിൽ നിന്നും പ്രിയാമണിയും ഭർത്താവും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മനോഹരമായി എടുത്തിരിക്കുന്ന ചിത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ താജ്മഹൽ തല ഉയർത്തി നിൽക്കുന്നത് കാണാമായിരുന്നു. അതിലൊന്നിൽ ഭർത്താവ് മുസ്തഫ പ്രിയാമണിയുടെ നെറുകിൽ ചുംബിക്കുന്ന ചിത്രവും ഉണ്ടായിരുന്നു. ഇതോടെ ഇരുവരും തമ്മിലുള്ള വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നും അകൽച്ചയിലാണെന്നും ഒക്കെയുള്ള കള്ളപ്രചാരണങ്ങൾ തകർന്നു വീഴുകയാണ്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രങ്ങൾ പെട്ടെന്ന് തന്നെ വലിയ രീതിയിൽ വൈറലാവുകയായിരുന്നു. 2017 പ്രിയാമണിയും ഇവന്റ് മാനേജറായ മുസ്തഫ രാജും വിവാഹിതരാകുന്നത്. IPL ടൂർണമെന്റിനിടെയായിരുന്നു ഇരുവരും അടുപ്പത്തിലാകുന്നത്. പിന്നീട് വിവാഹത്തിലേക്ക് ഈ ബന്ധം എത്തുകയായിരുന്നു. നേരത്തെ തന്നെ അഭിമുഖങ്ങളിലും മറ്റും മുസ്തഫയുമായുള്ള പ്രണയത്തെക്കുറിച്ചും അതിനുശേഷം സിനിമയിൽ അഭിനയിക്കാൻ നൽകിയ പിന്തുണയെക്കുറിച്ചുമൊക്കെ പ്രിയാമണി വാചാലയായിരുന്നു. അതേസമയം സിനിമയിൽ ഇപ്പോഴും സജീവമാണ് പ്രിയാമണി. കുഞ്ചാക്കോ ബോബനെ നായകനാക്കി ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് പ്രിയാമണിയുടെ അവസാനമായി തിയേറ്ററിലെത്തിയ ചിത്രം. അതിനു മുമ്പ് മോഹൻലാലിനൊപ്പം നേരിലും മികച്ച വേഷമാണ് പ്രിയാമണി കൈകാര്യം ചെയ്തത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്കു, ബോളിവുഡ് എന്നിങ്ങനെ ഒട്ടുമിക്ക ഇൻഡസ്ട്രികളിലും താരം തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. തമിഴിൽ ഇനി 2 വമ്പൻ ചിത്രങ്ങളാണ് പ്രിയാമണി അഭിനയിക്കുന്നതായി വരാനിരിക്കുന്നത്. അതിലൊന്ന് ദളപതി വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷമുള്ള അവസാന ചിത്രമായ ജനനായകനും GD നായിഡുവിന്റെ ജീവിതം ആസ്പദമാക്കിയുള്ള GDN എന്ന ചിത്രവുമാണ്.